നമുക്ക് ഇനി പഠിക്കാനുള്ളത് യൂണിറ്റ് 5 ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി എന്നാൽ ഒരു ട്രയാങ്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അളവുകളെ പറ്റിയാണ് നമ്മൾ ഈ യൂണിറ്റ് പഠിക്കുന്നത്. ഒരു ത്രികോണത്തിലെ അളവുകളെ പറ്റി. ഒരു ട്രയാങ്കിളിനുള്ളിലെ ആംഗിൾസ് എങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൈഡുകൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സൈഡുകൾ അറിയാം നമുക്ക്. ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ, ട്രയാങ്കിളിൻ്റെ ഏരിയ, ഇതൊക്കെ കാണാൻ പറ്റും. ട്രയാങ്കിളിൻ്റെ ആംഗിളും സൈഡും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായി ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു ട്രയാങ്കിൾ എന്ന് പരിഗണിച്ച് നോക്കാം. ഇവിടെയുള്ള ഒരു ട്രയാങ്കിൾ ABC എന്നുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അതിൽ BCയുടെ ലെങ്ത് അവർ തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ. ട്രയാങ്കിളിൻ്റെ ആംഗിൾ 90 ഡിഗ്രി, 45 ഡിഗ്രി, 45 ഡിഗ്രിയാണ്. ഇപ്പോൾ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ഉള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതിലൊരു സൈഡ് BC എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ആംഗിൾ 45 ഡിഗ്രി ആയതുകൊണ്ട് അതിൻ്റെ രണ്ട് സൈഡ് ഈക്വലായിരിക്കും. 45 ഡിഗ്രിക്ക് ഈക്വലായിട്ട് ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന സൈഡുകൾ ഈക്വലായിരിക്കും. അപ്പോൾ BC 4 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ AB എത്ര തന്നെയായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ABയും BCയുടെയും ലെങ്ത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് പൈതഗോറിയൻ തിയറം അനുസരിച്ച് ACയുടെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് AC കണ്ടുപിടിക്കുക? AC സ്ക്വയർ ഈസ് ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഇത് പൈതഗോറിയൻ തിയറമാണ്. അങ്ങനെയാണെങ്കിൽ AC എന്തെങ്കിലും കിട്ടും? AC ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഇവിടെ ABയുടെ ലെങ്ത് നമുക്കറിയാം. ABയുടെ ലെങ്ത് 4 സെൻറ്റിമീറ്റർ, BCയുടെ ലെങ്ത് 4 സെൻറ്റിമീറ്റർ. അപ്പം ഇവിടെ ആ വില നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AC ഈക്വൽ ടു റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. AC ഈക്വൽ ടു റൂട്ട് ഓഫ് 4ൻ്റെ സ്ക്വയർ 16, 16 പ്ലസ് 16 ഈക്വൽ ടു റൂട്ട് 32. റൂട്ട് 32 എന്നുള്ളത് 4 റൂട്ട് 2 എന്നെഴുതാം. റൂട്ട് 32 എന്നുള്ളത് റൂട്ടിനകത്ത് 16 കൂടെ 2 ആവും. 16ൻ്റെ റൂട്ട് 4 ആകും. അപ്പം 4 റൂട്ട് 2. അങ്ങനെയാണെങ്കിൽ സൈഡുകൾ റേഷ്യോ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. AB ഈസ് ടു BC ഈസ് ടു AC ഈസ് ഈക്വൽ ടു AB 4 ആണ്, 4 ഈസ് ടു BC 4 ആണ്, 4 ഈസ് ടു AC എന്ന് പറയുന്നത് 4 റൂട്ട് 2 ആണ്. അപ്പോൾ 4 ഈസ് ടു 4 ഈസ് ടു 4 റൂട്ട് 2. കോമൺ ആയിട്ട് 4 ഉള്ളത് കൊണ്ട് നമുക്ക് 4 അങ്ങ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 ഈസ് ടു 1 ഈസ് ടു റൂട്ട് 2. ഇപ്പോൾ 45 90 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിളിൻ്റെ സൈഡുകൾ റേഷ്യോ എങ്ങനെയായിരിക്കും? 1 ഈസ് ടു 1 ഈസ് ടു റൂട്ട് 2. അതായത് രണ്ട് സൈഡ് ഈക്വലായിരിക്കും. അത് 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായിട്ടുള്ള സൈഡുകൾ ഈക്വലായിരിക്കും. അതിൻ്റെ റൂട്ട് 2 ടൈംസ് ആയിരിക്കും ഹൈപ്പട്ന്യൂസ് അല്ലേ? അപ്പോൾ ഇത് നമുക്കൊരു ബേസിക് ഐഡിയ ആയിട്ട് നമുക്ക് എഴുതാം. The sides of in a triangle of angles 45 degree, 45 degree, 90 degree are in the ratio 1 is to 1 is to root 2. അപ്പോൾ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിളിൻ്റെ സൈഡുകൾ റേഷ്യോ 1 is to 1 is to root 2. ഒരിക്കൽ കൂടി ഞാൻ പറയാം. രണ്ട് ആംഗിൾ 45 ഡിഗ്രി, ഒരു ആംഗിൾ 90 ഡിഗ്രി ആയ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഈക്വലായിരിക്കും. അതായത് ഈ 45 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന സൈഡുകൾ ഈക്വലായിരിക്കും. അതിൻ്റെ റൂട്ട് 2 ടൈംസ് ആയിരിക്കും അതിൻ്റെ ഹൈപ്പട്ന്യൂസ്. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം. ഇനി നമുക്ക് മറ്റൊരു ട്രയാങ്കിൾ എന്ന് പരിഗണിച്ച് നോക്കാം. ഇവിടെ ഞാൻ മറ്റൊരു ട്രയാങ്കിൾ കാണിച്ചിരിക്കുന്നു. എന്താ ട്രയാങ്കിൾ? ABC എന്നുള്ള പേര് തന്നെയുള്ള ഒരു ട്രയാങ്കിളാണ്. പക്ഷെ അതിൽ ആംഗിൾ മാറ്റമുണ്ട്. ആംഗിൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രിയാണ്. 30 ഡിഗ്രി 60 ഡിഗ്രി 90. അതിൻ്റെ ഒരു സൈഡ് ഞാൻ തന്നിട്ടുണ്ട്. BC 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ റേഷ്യോ ഇങ്ങനെയാണെങ്കിൽ, ആംഗിളുകൾ ഇങ്ങനെയാണെങ്കിൽ സൈഡുകൾ റേഷ്യോ എങ്ങനെയായിരിക്കാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി ABC എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഒരു കോപ്പി എടുത്ത് ABC എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഈ സൈഡിലേക്ക് പകർത്തുന്നു. അപ്പോൾ എന്താകും നോക്കാം നമുക്ക്. ഇങ്ങനെ പോകും.
30, 60, 90 ആ ട്രയാങ്കിളിൽ തന്നെ മറ്റൊരു കോപ്പി എടുത്ത് ഇതിൻ്റെ വലതുവശത്തേക്ക് ചേർത്ത് വെച്ചു. ഇപ്പോൾ നമുക്കൊരു വലിയ ട്രയാങ്കിൾ കിട്ടി അല്ലേ? ആ വലിയ ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് നമുക്ക് ബോധ്യപ്പെട്ടു. കാരണം ഇത് 60 ഡിഗ്രിയാണ്, ഈ ലെഫ്റ്റ് കിടക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്, മുകളിലത്തെ വെർട്ടെക്സിലെ ടോട്ടൽ ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ ടോട്ടൽ 3 ആംഗിൾ 60 ഡിഗ്രി ആയതുകൊണ്ട് ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് നമുക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ബി സി 2 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇവിടെ ഞാൻ റൈറ്റിലേക്ക് നീട്ടിയാൽ ലെങ്ത് എത്ര തന്നെയായിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ അത് 2 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആയി. ഇത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണല്ലോ, അപ്പോൾ എല്ലാ സൈഡും എത്ര തന്നെ ആയിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് വീണ്ടും പഴയതുപോലെ നോക്കാം. എ ബി സി എന്നുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്താൽ പൈതഗോറിയൻ തിയറം വെച്ച് എ ബി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? എ ബി = √4² - 2² √16 - 4 =√12. √12നെ നമുക്ക് റൂട്ടിനുള്ളിൽ 4 ഗുണം 3 എന്ന് എഴുതാം. ആ 4 റൂട്ട് വെളിയിൽ എടുക്കുമ്പോൾ 2√3 എന്ന് എഴുതാം. അപ്പോൾ എ ബി = 2√3 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ സൈഡുകൾ റേഷ്യോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ബി സി = AB AC ബി സി 2 ആണ്, 2:, എ ബി എത്രയാണ്? 2√3 ആണ്, എ സി എത്ര? 4. 2 പൊതുവായിട്ട് എല്ലായിടത്തും ക്യാൻസൽ ചെയ്യുമ്പോൾ 1:√3:2. അപ്പോൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിളിൻ്റെ സൈഡുകൾ 1:√3:2 ആയിരിക്കും. അതായത് 30-നെതിരെ കിടക്കുന്ന സൈഡിൻ്റെ √3 ടൈംസ് ആയിരിക്കും 60-നെതിരെ കിടക്കുന്ന സൈഡ്. 30-നെതിരെ കിടക്കുന്ന സൈഡിൻ്റെ ഡബിൾ ആയിരിക്കും 90 ഡിഗ്രിക്കെതിരെ കിടക്കുന്നത് എന്ന് ഓർത്തു വെക്കണം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എഴുതാം. ഇൻ എനി ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, the sides are in the ratio 1:√3:2. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് 30 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൻ്റെ ലെങ്തിൻ്റെ √3 ടൈംസ് ആയിരിക്കും 60 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്. 90 ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത്, അതായത് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൻ്റെ ഡബിൾ ആയിരിക്കും. ഈ 2 കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെച്ച് ബുക്കിനകത്ത് എഴുതി വെച്ച് നല്ലവണ്ണം പഠിക്കുക.